ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങൾ പോയ അർമേനിയൻ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് അബുദാബി എയർപോർട്ടിലാണ്. ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ യാത്ര ചെയ്യാം, ഏത് സ്ഥലം ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അർമേനിയ ചൂസ് ചെയ്തതും വിസ എയർ ചൂസ് ചെയ്തതും. ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഏകദേശം 2000 to 2500 ദിറംസ് ആണ്. ഇത് അപ്പ് ആൻഡ് ഡൗൺ ആണ്. ദിസ് ഇസ് ഫോർ 4 members. വിസ എയർ എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്ലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ബാഗേജ് വളരെ ലിമിറ്റഡ് ആയിട്ടേ അവർ അലൗ ചെയ്യുന്നുള്ളൂ. ഞങ്ങളെല്ലാവരും ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ശരിക്കും നമ്മുടെ ഉള്ളിലെ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് യാത്രകൾ ഒരുപാട് ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഫൈനലി വി ലാൻഡഡ് ഇൻ ദ യെരവൻ എയർപോർട്ട്. ഇവിടെ ക്ലൈമറ്റ് ഭയങ്കര ക്ലൗഡി ആയിട്ടാട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ട് വിസ പ്രോസസ്സിന് കുറച്ച് ടൈം എടുത്തു. വിസ ഓൺ അറൈവൽ ആയിരുന്നു നമുക്ക്. ഇതിന് വിസ ചാർജ് ഏകദേശം 120 ദിറംസോളം വരും. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു സിം എടുത്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ടാക്സി ബുക്ക് ചെയ്തത് ഇവിടുത്തെ ഒരു യാൻഡെക്സ് ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ത്രൂ ആണ്. അവിടെ നിന്ന് നേരെ ഒരു 20 മിനിറ്റ്സോളം ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക്. ഞങ്ങൾ booking.com ത്രൂ ആണ് ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വഴിയോര കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടുത്തെ സ്ട്രീറ്റും ഇവിടുത്തെ മരങ്ങളും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. റോഡിലൊക്കെ ഈ ഓട്ടം ലീവ്സ് ഇങ്ങനെ കാർപ്പറ്റ് വിരിച്ചേക്കുന്നത് പോലെ വീണ് കിടക്കുന്നുണ്ട്. ആദ്യമായിട്ടാട്ടോ ഇതുപോലുള്ള കാഴ്ചകൾ കാണുന്നത്. അതിൻ്റെ എല്ലാവിധ സന്തോഷവും ഞങ്ങൾക്കുണ്ട് കേട്ടോ. ഞങ്ങൾ ആക്ച്വലി 8 members ആട്ടോ ഉള്ളത്. ഞങ്ങളും ഉണ്ട്, ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ബുക്ക് ചെയ്തേക്കുന്നത് ഒരു 2 BHK അപ്പാർട്ട്മെൻ്റ് ആണ്. അങ്ങനെ ഫൈനലി നമ്മളിവിടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1800 ദിറംസ് ഫോർ 4 nights എന്നുള്ളതാണ്. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആട്ടോ. ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെർവിങ് ഏരിയ. അങ്ങനെ ഹോട്ടലിലെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം തന്നെ റൂമിലെത്തി. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഞാൻ വേഗം ഈ റൂം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ ആക്ച്വലി പറ്റിയില്ല. ബിക്കോസ് ഓൾമോസ്റ്റ് ടൈം 3 o'clock ആയി. ഇവിടെ എല്ലാവർക്കും നല്ല വിശപ്പായിട്ട് നടക്കുവാണ്. നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആട്ടോ. സോ ഞങ്ങൾ വേഗം തന്നെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. കറണ്ട് ടെമ്പറേച്ചർ ഇപ്പോൾ കാണിക്കുന്നത് 2 degree ആണ് കേട്ടോ. ആക്ച്വലി ഈ അർമേനിയൻ ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്നുള്ളൊരു ഐഡിയയുടെ പേരിൽ ബുക്ക് ചെയ്തതാണ്. യൂഷ്വലി നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചീറ്റി പോകാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങൾ ഒരുപാട് ചിന്തിക്കാനൊന്നും നിന്നില്ല. സോ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് ഏകദേശം 5 minutes വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ റിപ്പബ്ലിക് സ്ക്വയറിലേക്ക്. സോ നമ്മൾ ഇവിടെ ജസ്റ്റ് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ നടന്നു ഇന്നൊരു ദിവസം. സോ ഈ യെരവൻ എന്ന് പറയുന്നത് ദിസ് ഇസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സിറ്റീസ് ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ നമ്മുടെ അർമേനിയയുടെ ക്യാപിറ്റലാണ് യെരവൻ എന്ന് പറയുന്നത്. സോ ഇതാട്ടോ
നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങളുടെയൊക്കെ വീഡിയോസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ഡു വാച്ചിങ്. ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളും പിന്നെ കുറച്ച് സർപ്രൈസും ഉണ്ട്. സോ പ്ലീസ് ഡു വാച്ചിങ്. സോ ഇന്ന് വന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏകദേശം സമയം 5 മണി കഴിഞ്ഞു. ഇവിടെ ഏകദേശം ഇരുട്ടി തുടങ്ങി. സോ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുന്നേ റിപ്പബ്ലിക് സ്ക്വയറിൻ്റെ ഓവറോൾ വ്യൂ കാണിച്ചു തരാം. That's all for today. This is Jemmy signing off. Bye bye.